മറക്കാനാകാത്ത 90കളിലെ വസന്തം. എന്നും നെഞ്ചിലെ മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ച ഗ്രാമം. ഗ്രാമമെന്ന് കേൾക്കുമ്പോൾ കളകളമൊഴുകുന്ന അരുവിയും അതിനെ ചുറ്റിപ്പടർന്നു നിൽക്കുന്ന പൂക്കളും ഈണത്തിൽ പല നാദത്തിൽ ചിലയ്ക്കുന്ന കിളികളും. ആഹാ, എത്ര മനോഹരം! ആ ഒരു മനോഹരതയെ ഏത് സിറ്റിയിൽ ജീവിച്ചാലും കിട്ടില്ല. മനസ്സിന് കുളിർമ തരുന്നതും എന്നുമെന്നും ഒരു കൗതുകമായി മാറി മറിയുകയാണ് ഗ്രാമം. എന്നാൽ ഗ്രാമം ഒരിക്കലും മറന്നു പോകാത്ത, എന്നും കുളിർമകൾ മാത്രം സമ്മാനിക്കുന്ന ഓർമ്മ. കാലം പഴകിയാലും ഗ്രാമത്തിൻ്റെ പച്ചപ്പ് അതെന്നും അങ്ങനെ തന്നെ നിൽക്കും. ഇന്ന് ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് 90 കാലഘട്ടങ്ങളാണ്. കല്ലുകൾ കൊണ്ടും മണ്ണുകൾ കൊണ്ടും മരങ്ങൾക്ക് ചുറ്റുമുള്ള രസകരമായ കളികൾ. ആഹാ, ഒരിക്കലും മറക്കാനാകാത്ത നിറമാർന്ന കളികൾ. മറക്കുവാനാകുമോ ആ ഓർമ്മ തൻ സുന്ദര താളുകളെ? പ്രകൃതിയിലിണയും ലയിച്ചും ഓരോ നിമിഷങ്ങൾ. പ്രണയത്തിന് പോലും പറയാൻ 1000 കവിതകൾ നിറഞ്ഞ കാലം. പച്ചപ്പട്ടിൻ്റെ മനോഹരിയായിരുന്നു ആ കാലം. തുള്ളിച്ചാടിയ പൂന്തിങ്കളായിരുന്നു ആ കാലം. കാലമേ, നിനക്കു മായ്ക്കുവാനാകില്ല ആ ഓർമ്മ തൻ സുവർണ്ണ പീലികളെ. സ്കൂളുകളിൽ ഒരുമിച്ച് നടന്നു പോകുന്നതും അവിടെ കഴിക്കുന്നത് പരസ്പരം പങ്കുവെക്കുന്നതും അവിടുത്തെ മരത്തണലിൽ ഇരുന്ന് കാറ്റുകൊള്ളുന്നതും അവിടുത്തെ ഓരോ മരങ്ങളും പ്രണയത്തിനും സൗഹൃദത്തിനും സാക്ഷിയാകുന്നതും ഒന്നും മറക്കുവാനാകില്ല ആ കാലഘട്ടം. സൈക്കിൾ ചവിട്ടി പോകുന്നതും പുറകിലൊരാൾ കൂടെ. അതോർക്കുമ്പോൾ അന്ന് 5 രൂപയ്ക്ക് വാങ്ങുന്ന ബാഗ് കെട്ടാനുള്ള റബ്ബർ എത്ര മനോഹരം! മായ്ക്കുവാനാകില്ല ഒരിക്കലും ആ താളുകളെ. ഇന്നും ഈ നെഞ്ചിലുറങ്ങുന്നു ആ മനോഹര നിമിഷങ്ങൾ. ആ നല്ല ഓർമ്മകളെ വർണ്ണിക്കുവാൻ ഈ തൂലികത്തുമ്പിനാകുമോ? പറയൂ നീ. രാത്രി തൻ യാമങ്ങളിൽ നിലാവിൻ്റെ നീല വെളിച്ചത്തിൽ മയങ്ങിയതും അന്നു ആ കാറ്റിൽ ഉറങ്ങിയതും എത്ര മനോഹരം! നിലാവിൻ്റെ തൂവൽ തൊടുമ്പോൾ എത്ര മധുരം! ആ കാറ്റിൽ ഉറങ്ങുമ്പോൾ എത്ര മനോഹരം! അന്നും നമുക്കായി ഓർമ്മയിൽ 5 മുഖങ്ങൾ. എന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുഖങ്ങൾ. ഇന്നും ആ കാലഘട്ടത്തിൻ മുഖങ്ങൾ. ഒരു തൂലികത്തുമ്പിന് മായ്ക്കാനാകാത്ത സ്പർശം. സുന്ദര കോമള തൂലിക സ്പർശം.